രാമായണത്തിന് രാമസ്യായനം എന്നൊരു വിഗ്രഹം പറയാറുണ്ട്. രാമൻ്റെ ജീവിത ഗതി എന്ന് പറയാറുണ്ട്. അതേപോലെ രാമായണം എന്നും കൂടെ പറയാറുണ്ട്. സീതയുടെ ജീവിതഗതി എന്നും കൂടെ പറയാറുണ്ട്. സീതയുടെ മഹത്വം കൂടിയാണ് അവിടെ പാടുന്നത്. രാമൻ്റെ മുമ്പിൽ രാമൻ്റെ മഹത്വം പറയുമ്പോഴും അതിലുപരിയായിട്ട് സീതയുടെ മഹത്വം കൂടി അവർ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രാജകുമാരന്മാർക്ക് ഒരു സാധാരണ ജനങ്ങളിടയിൽ ജീവിച്ച് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ഉത്തമനായ ഒരു ഭരണാധികാരിയായിട്ട് വളരാൻ വേണ്ട ഒരു സാഹചര്യമാണ് സീതയുടെയും രാമൻ്റെയും ത്യാഗം ഒരുക്കുന്നത്. ഇതൊരിക്കലും അയോധ്യയിലെ കൊട്ടാരത്തിൽ ലഭിക്കുന്നൊരു കാര്യമല്ല. കൊട്ടാരക്കെട്ടിൽ വളർന്നിരുന്നെങ്കിൽ രാജകുമാരന്മാർക്ക് ഇങ്ങനൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതേസമയം തനിക്ക് അച്ഛൻ്റെ വാത്സല്യം കിട്ടിയില്ല, അല്ല അച്ഛൻ്റെ എന്താ പറയുക, അച്ഛൻ്റെ ശ്രദ്ധ കിട്ടിയില്ല, അച്ഛൻ്റെ നമ്മ ഉപേക്ഷിച്ചു, അങ്ങനെ യാതൊരു ചിന്തയും, ഇങ്ങനെ ഒരു പ്രതികാര ചിന്തയോ അല്ല അച്ഛനോട് വെറുപ്പോ ഒന്നും തന്നെ ഈ കുട്ടികളുടെ മനസ്സിൽ വളർന്നു വരാൻ ഇടയാക്കുന്നുമില്ല. അതിനെ തിരിച്ചറിയും. ധർമ്മം എന്താണ്, ധർമ്മം അനുഷ്ഠിക്കേണ്ടത് രാജാവിൻ്റെ ധർമ്മമാണെന്ന് കുട്ടികൾ തിരിച്ചറിയുന്നു. അതിനെ കുട്ടികൾ അംഗീകരിക്കുന്നു. കുട്ടികൾക്ക് സ്വന്തം അച്ഛനന്മാരെക്കുറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ. ആ അഭിമാനബോധം വളർത്തിയത് അവരുടെ ത്യാഗം കൊണ്ടാണ്. അവരുടെ കുട്ടികൾക്ക് എന്ത് കൊടുത്തു എന്ന് വെച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ എനിക്ക് പൈസ ഒന്നും തന്നില്ല, എൻ്റെ വേണ്ട ഇന്നത്തെ കുട്ടികളെനിക്ക് മൊബൈൽ വാങ്ങിച്ചില്ല, കമ്പ്യൂട്ടർ വാങ്ങിച്ചില്ല എന്നൊക്കെ പറയുന്ന പോലെ രാമൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഇതേ രാമൻ്റെ മുമ്പിൽ എത്തുന്നവരെയും കുട്ടികൾക്കൊന്നും ഉണ്ടായിട്ടില്ല. രാമൻ തിരിഞ്ഞു നോക്കിയിട്ടും കൂടെ ഇല്ല. ആ തിരിഞ്ഞു നോക്കാത്ത സ്വന്തം അച്ഛനെക്കുറിച്ചാണ്, അച്ഛൻ്റെ മഹത്വമാണ് ഈ കുട്ടികൾ വർണ്ണിക്കുന്നത്, വാഴ്ത്തി പാടുന്നു. അതൊരു വെറുതെ എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല. അവരത് ശരിക്കും ഉൾക്കൊണ്ട് തന്നെയാണ് അവർ കീർത്തിക്കുന്നത്. കാരണം ഈ ധർമ്മബോധം ആ കുട്ടികളുണ്ടാകാൻ, അങ്ങനെ തലമുറയെ വളർത്തിയെടുക്കാൻ അവരുടെ ജീവിതമാണ് സഹായിച്ചത്. രാമൻ്റെയും സീതയുടെയും ജീവിതമാണ് സഹായിച്ചത്. ആ ജീവിതത്തിൻ്റെ ആഴവും പരപ്പും കണ്ടിട്ടാണ് കുട്ടികൾക്ക് അവരോട് ആദരവുണ്ടായത്, സ്വന്തം അച്ഛനന്മാരുടെ ആദരവുണ്ടായത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അമ്മയെ കാണുന്നുണ്ട്, അമ്മയുടെ ജീവിതത്തിലെ ത്യാഗം നമ്മൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അമ്മയുടെ ജീവിതത്തിൽ അമ്മ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഇത്രയും പേരും പ്രശസ്തിയും സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും അമ്മയുടെ ശരീരം പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റേതായ ക്ലേശങ്ങളുണ്ട്, പരിമിതികളുണ്ട്. അതിനായ ഈ ശരീരം വളരുന്നത് പോലെ തന്നെ ക്ഷയിക്കുന്നതും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം ശരീരത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം തന്നെ അനുഭവിക്കുമ്പോൾ പോലും അമ്മ ഒരു ശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു ശ്വാസം പോലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക എന്നുള്ള തൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അമ്മ അല്പം വിട്ടുവീഴ്ച വരുത്തുന്നില്ല. എന്തായാലും ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി വന്നാൽ പോലും അമ്മയുടെ ദർശന രീതിക്കോ അമ്മയുടെ വാത്സല്യത്തിനോ ഒരു കുറവും ഒരിടത്തും സംഭവിച്ച് കാണുന്നില്ല. അപ്പോൾ അമ്മയുടെ അത്ര ത്യാഗനിർഭരമായൊരു ജീവിതം നമ്മളെല്ലാം കണ്ടാലും നമ്മളത് ജീവിതത്തിൽ നിന്ന് എന്ത് പകർത്തി, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉൾക്കൊണ്ടു, ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. അപ്പോൾ ആ ത്യാഗം നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, ഇതിന് നമുക്ക് രാമായണം നമുക്കൊരു മാതൃക കാണിച്ചു തരുന്നു. രാമൻ്റെ ജീവിതത്തിലെ രാമൻ്റെ തത്വം, ത്യാഗം, അതൊക്കെ ലവകുശന്മാരെങ്ങനെ പകർത്തി. അവരുടെ ജീവിതത്തിൽ അവർ ത്യാഗത്തിൽ കൂടെയാണ് ജീവിച്ചത്. അവർ ഒരു രാജകീയ സുഖങ്ങളും അനുഭവിക്കാതെ, അതിൽ ആശ പോലും വയ്ക്കാതെ മറ്റുള്ളവരുടെ ഒപ്പം അവരെപ്പോലെ ജീവിച്ചു. അതിലവർ പശ്ചാത്തപിച്ചിട്ടില്ല ഒരിക്കലും. സീത അതുപോലെയാണ് ജീവിച്ചത്. ഒരു രാജ്ഞിയെപ്പോലെ അല്ല വാൽമീകി ആശ്രമത്തിൽ സീത കഴിഞ്ഞത്. മറ്റുള്ള ആശ്രമവാസികളെ പോലെ തന്നെയാണ് സീത കഴിഞ്ഞത്. അപ്പോൾ ഈ ത്യാഗനിർഭരമായ അവരുടെ ജീവിതം ആണ് ശരിക്കും രാമായണം നമുക്കൊരു സന്ദേശം. ഇപ്പോൾ രാമായണം തരുന്ന സന്ദേശം നമ്മുടെ എത്രയോ തലമുറയായിട്ട് നമ്മുടെ ഭാരതത്തിലെ എത്രയോ ജനങ്ങളെ ഉത്തേജിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ ബലം കൊടുത്ത, ശക്തി കൊടുത്ത ഒരു സന്ദേശമാണ്. അപ്പോൾ ഈ സന്ദേശം അമ്മ ജീവിച്ച് കാണിക്കുന്നു നമ്മുടെ മുമ്പിൽ. ഒരു രാമൻ്റെ ത്യാഗത്തോടു കൂടി, സീതയുടെ ത്യാഗത്തോടു കൂടി, രാമൻ്റെയും സീതയുടെയും ത്യാഗത്തിന്, രണ്ടുപേരുടെയും ത്യാഗത്തിന് വളരെ ഒരു മാതൃകയായിട്ട് അമ്മ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കും. അപ്പം അങ്ങനെ ജീവിച്ച് കാണിക്കുന്ന ഒരു മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നും പകർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ മലയാള മണ്ണിൽ അമ്മയോടൊപ്പം നമുക്ക് ജീവിക്കാൻ കിട്ടിയ ഒരു ഈശ്വരാനുഗ്രഹം അത് നമ്മൾ പാഴാക്കുകയല്ലേ ചെയ്യുന്നു.
അപ്പം ഇതിനെ നമുക്ക് രാമായണം സഹായിക്കും. ഇതാണ് പറഞ്ഞു ഞാൻ വന്നതിൻ്റെ ചുരുക്കം പറയുകയാണ് ഇതാണ്. ഇതിനെ നമുക്ക് ഈ അമ്മയെക്കുറിച്ചുള്ള സ്മരണ അല്ലെ അമ്മയായിട്ടുള്ള ബന്ധം അതിനെ ആഴത്തിൽ കൊണ്ടെത്തിക്കാൻ രാമായണത്തിന് സഹായിക്കും. കാരണം ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആറ്റിക്കുറുക്കിയ ഒരു തത്വമാണ് അമ്മയിൽ കൂടി നമ്മൾ കാണുന്നത്. ഭാരതം തന്നെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ ആയിട്ട് ജീവിച്ചിട്ടുള്ള ഭാരതത്തിൻ്റെ സംസ്കാരം, ഭാരതത്തിൻ്റെ തനിമ, ഭാരതത്തിൻ്റെ ഗരിമ, അതാണ് ഇന്നൊരു സ്ത്രീ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ആ ഗരിമയും മഹിമയും നമ്മളും ഒരല്പമെങ്കിലും ഉൾക്കൊള്ളണം. മുല്ലപ്പൂമ്പൊടി ഏറ്റിടയും കല്ലിനൊരു സൗരഭ്യം ഉണ്ടാകുമെന്ന് പറയാറില്ല. അതുപോലെ അമ്മയുടെ മക്കളായിട്ടുള്ള, അമ്മയുടെ ശിഷ്യരായിട്ടുള്ള, അമ്മയുടെ സ്പർശനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ വാക്ക് നമ്മുടെ ചെവിയിൽ മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു അണ്ണാറക്കണ്ണന് ശ്രീരാമേന്ദ്രൻ്റെ സമ്പർക്കം എത്ര നേരം ഉണ്ടായിരുന്നു. അണ കെട്ടുന്ന സമയത്ത് തന്നെ ശ്രീരാമൻ ഒരുപക്ഷെ കാണാൻ പോലും സാധിക്കുമെന്ന് അണ്ണാറക്കണ്ണൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. അന്നത്തെ വാനരന്മാരെക്കുറിച്ച് ഭയങ്കര ഭീമാകാരന്മാരായിട്ടെന്ന് പറയുന്നത്. ആ ഭീമാകാരന്മാരുടെ വാനരന്മാരുടെ ഒരു വിരലിനിടപെട്ടാൽ പോലും ചത്തുപോകുന്നൊരു കൊച്ചു ജീവിയാണ് അണ്ണാൻ കുഞ്ഞ്. ആ ഒരു അണ്ണാൻ താൻ ചെയ്യുന്നൊരു ചെറിയ വളരെ നിസ്സാരമായൊരു സേവനം അത് ശ്രീരാമൻ്റെ കണ്ണിൽ പെടുമെന്നോ ശ്രീരാമൻ തന്നെ കയ്യിലെടുക്കുമെന്നോ തൻ്റെ പുറത്ത് ഒരു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നേക്കുമായിട്ട് അടയാളപ്പെടുത്തപ്പെടുമെന്നൊന്നും അണ്ണാൻ കുഞ്ഞ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒരു നിമിഷത്തെ സമ്പർക്കം കൊണ്ട് തന്നെ ആ അണ്ണാൻ്റെ ജീവിതം സാർത്ഥകമായി തീർന്നു. ശബരിയുടെ ജീവിതകാലം മുഴുവൻ ശ്രീരാമനെ കാണാൻ വേണ്ടി കാത്തിരിക്കുക മാത്രമല്ല, എല്ലാ ദിവസവും ശ്രീരാമൻ വരാൻ വേണ്ടി വഴിയെല്ലാം ഒരുക്കി, ഫലമൂലാദികളെല്ലാം ഒരുക്കി വെച്ച് കാത്തിരുന്നു ഒരു ജീവിതകാലം മുഴുവൻ. എന്നാണ് ശ്രീരാമൻ വരുമെന്ന് യാതൊരു ഊഹവും ഇല്ലാതെ തൻ്റെ ഗുരുവിൻ്റെ വാക്യത്തെ മാത്രം വിശ്വസിച്ച് എന്നെങ്കിലും രാമൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ ദിവസവും രാമന് വന്നാൽ സ്വീകരിക്കാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് വെറുതെ കാത്തിരുന്നു. ആ ശബരിക്ക് എത്ര സമയമാണ് രാമനുമായിട്ടൊരു സമാഗമം ലഭിച്ചത്? ഏതാനും മണിക്കൂറുകൾ മാത്രം, അല്പസമയം മാത്രം. അപ്പം ഇവരൊക്കെ അനശ്വരമായി തീർന്നു, ഇവരെല്ലാം അനശ്വരമായി തീർന്നു. ഇവിടെ എല്ലാം കഥകൾ രാമനുമായിട്ട് അല്പസമയമെങ്കിലും സമ്പർക്കം ലഭിച്ചിട്ട് എല്ലാവരുടെയും ജീവിതത്തിലുള്ള മാറ്റങ്ങൾ അത് ലോകത്തിനൊരു മാതൃകയായി കഴിഞ്ഞു. അപ്പോൾ അമ്മയോട് നമുക്ക് എത്രമാത്രം ബന്ധമുണ്ടായി, എത്ര സാമീപ്യം നമുക്ക് നമ്മെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ ഉപദേശങ്ങൾ അമ്മയിൽ നമുക്ക് കിട്ടുന്നുണ്ട്, നേരിട്ടും അല്ലാതെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടും നമ്മളൊരു മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇതിപ്പരം വേറെ ദുരന്തം എന്താണുള്ളത്? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. മരണം ദുരന്തമല്ല, മരണം എല്ലാവർക്കും സംഭവിക്കും. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം തീർച്ചയായിട്ടും സംഭവിക്കും, അതിന് സംശയമില്ലാത്തൊരു കാര്യമാണ്. അതൊരു ദുരന്തമെന്ന് പറയാൻ പറ്റില്ല. അത് ജനനത്തിൻ്റെ ഒരു സഹോദരിയാണ് മരണം എന്ന് പറയുന്നത്, മൃത്യു എന്ന് പറയുന്നത്. അപ്പോൾ മരണം നമ്മുടെ കൂടെ തന്നെയുണ്ട്. മറ്റ് രോഗം അല്ലെങ്കിൽ ലാഭനഷ്ടങ്ങൾ, ഉയർച്ച താഴ്ചകൾ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊന്നും നമുക്ക് പുതുമ പറയാനൊന്നുമില്ല. പുതുമ പറയാനുള്ള ഇതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ തന്നെ ഇത്ര സ്നേഹസ്വരൂപിണിയായിട്ട്, ത്യാഗമൂർത്തിയായിട്ട്, വാത്സല്യനിധിയായിട്ട് നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിട്ടും ആ ഈശ്വര ശക്തി, ആ ഈശ്വര ചൈതന്യം, ആ തേജസ് അല്പം പോലും നമുക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലെങ്കിൽ അതൊരു വലിയ വലിയ ദുരന്തമല്ലേ? അപ്പം അത് നമ്മളൊന്ന് തിരിച്ചറിയണം. നമ്മുടെ ത്യാഗത്തിൽ നമുക്കൊരു സുഖമുണ്ട്. ത്യാഗം നമ്മളെപ്പോഴും വിചാരിക്കുന്ന വളരെ ദുഃഖകരമായൊരു കാര്യമല്ല. ത്യാഗത്തിൽ കിട്ടുന്ന സുഖം ഭൗതികമായ നേട്ടങ്ങളിൽ കിട്ടുന്ന സുഖത്തെക്കാളും വളരെ ആഴമുള്ളതാണ്. അത് ശാശ്വതമാണ്. ആ ശാശ്വതമായ സുഖം ആണ് രാമൻ്റെയും സീതയുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ എന്തുകൊണ്ടൊരു കല്യാണം നടക്കുമ്പോൾ പലപ്പോഴും സീതയും രാമനെ പോലെ വാഴാൻ പറയുന്നത് ഭൗതികമായ സുഖത്തിന് വേണ്ടിയിട്ടല്ല. ഭൗതികമായ സുഖങ്ങളുള്ളവർക്ക് ഒരുപക്ഷെ ഒരു കൊല്ലം മാത്രമേ ഒരു ശരിയായ നമ്മൾ ഇന്നത്തെ കാണുന്ന രീതിയിൽ ലൗകിക അർത്ഥത്തിൽ ഒരു ഭാര്യാഭർത്താക്കന്മാരായിട്ട് അവർ ജീവിച്ചിട്ടുള്ളൂ. ബാക്കി അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരങ്ങനെ ഒരു സുഖം അനുഭവിച്ച് ജീവിച്ചു നമുക്ക് പറയാൻ പറ്റില്ല, ഭൗതിക സുഖങ്ങൾ അനുഭവിച്ച് ജീവിച്ചു പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്നും വളരെ അഗാധമായ സ്നേഹമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു, പരസ്പരം ആദരം ഉണ്ടായിരുന്നു. ആ രാമായണത്തിലെ ആ സംബോധനകളൊക്കെ നമ്മൾ നോക്കുക. രാമൻ എങ്ങനെയാണ് സീതയെ സംബോധന ചെയ്യുന്നത്, സീത എങ്ങനെയാണ് രാമനെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം, ആ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ഒരു സ്നേഹം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചു കഴിഞ്ഞാൽ ജീവിതം സാർത്ഥകമായി തീരും. അങ്ങനെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അതേപോലെ സ്നേഹത്തിൻ്റെ വ്യാപ്തി കൊടുക്കാൻ സാധിക്കുന്നത് ത്യാഗത്തിൽ കൂടി മാത്രമാണ്. അപ്പോൾ ആ ഒരു ത്യാഗത്തിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ രാമായണം നമ്മളെ സഹായിക്കണം. അതിനുള്ള നിത്യപ്രചോദനമാണ് നമ്മൾ രാമായണം വായിക്കാൻ പറയുന്നത്.
അതിന് നമുക്ക് എപ്പോഴും പ്രചോദനം കിട്ടുന്നത് നമുക്ക് ടി വിയിൽ നിന്ന് കിട്ടുകയില്ല. ആ ടി വിയിൽ നമ്മുടെ സന്ദേശങ്ങളുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മൾ അത്ര ശ്രദ്ധയോടെ അത് കേൾക്കുകയാണെങ്കിൽ, അത്ര ശ്രദ്ധ കൊടുത്ത് നമ്മളത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ജീവിതത്തിൽ പകർത്താൻ പറ്റും. പക്ഷേ അതേസമയം നമ്മൾ മറ്റെല്ലാം കാണുന്ന പോലെ കേൾക്കുന്ന പോലെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ, മറ്റെല്ലാം എല്ലാം കൂട്ടത്തിലാണ് നമ്മളിത് കേൾക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതിന് ഒന്നും ചെയ്യാൻ സാധിച്ചെന്ന് തരത്തില്ല. അത് ഓർമ്മയുണ്ട്, എത്ര വലിയ മഴ പെയ്താലും കുടം കമത്തി ഇരുന്ന് വെച്ചിരുന്നാൽ അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ശേഖരിക്കാൻ പറ്റില്ല. ഒരു വലിയ പാറയുടെ മണ്ടയിൽ എത്ര മഴ പെയ്താലും അതിൽ അല്പം പോലും വെള്ളം താഴത്തില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് അങ്ങനെ ആയി തീരരുത്. അപ്പോൾ നമ്മുടെ അമ്മയുടെ ഈ ജീവിതകാലം, ഇത് നമ്മുടെ എത്രയും കാലത്തെ നമ്മുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്, പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കുണ്ട്. എല്ലാവർക്കും അത് ആർക്കും അമ്മയൊന്നും മറച്ചു വെച്ചിട്ടുള്ള ഒന്നുമില്ല. നമ്മുടെ സമയത്ത് തുറന്ന പുസ്തകം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പറയുന്നത് ശരിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മുടെ ഒപ്പം ഉണ്ടായിട്ടും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ നയിക്കാനും തയ്യാറായിട്ടും നമ്മളത് ഉൾക്കൊള്ളാതെ പോയാൽ അത് നമുക്ക് തന്നെ നമ്മളോട് ക്ഷമിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല ജീവിതത്തിൽ. അപ്പം അത് നമ്മളെക്കുറിച്ചൊന്ന് അല്പം ചിന്തിക്കുക. അമ്മയുടെ സ്നേഹത്തിൻ്റെ മാധുര്യം നമ്മൾ നുകരുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ പുരുഷാർത്ഥങ്ങളെല്ലാം തന്നെ, ഞാൻ എപ്പോഴും പറയുന്ന മോക്ഷം മാത്രമല്ല, അർത്ഥകാമങ്ങൾ പോലും അമ്മയിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷേ മോക്ഷമാണ് ഏറ്റവും പരമമായിട്ട് നമുക്ക് നേടേണ്ടത്. അവിടെ മാത്രമേ നമുക്ക് ശാശ്വതമായ ആനന്ദം, ശാശ്വതമായ ശാന്തി, ശാശ്വതമായ സുഖം ലഭിക്കുകയുള്ളൂ. അതിലേക്കും എത്തിക്കാൻ ആണ് അമ്മ ഏറ്റവും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ രാമൻ്റെയും ഒക്കെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, കൈകേയിയുടെയൊക്കെ ഉദാഹരണം പറഞ്ഞാൽ എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും നമ്മളെ ആ ലക്ഷ്യത്തിൽ മോക്ഷമാർഗത്തിലേക്ക് നയിക്കാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്കിങ്ങനെയുള്ള പുരാണ കഥകളും ഇതിഹാസ കഥകളൊക്കെ സഹായിക്കണം. അങ്ങനെ സഹായിക്കുമ്പോഴാണ് അവയ്ക്ക് നമ്മുടെ ജീവിതത്തിലൊരു അർത്ഥം ഉണ്ടാകുന്നത്.